ഹായ്. ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കാണാൻ പോകുന്നത് നമുക്കൊരു ചെറിയ ഒരു അക്വേറിയം ഷോപ്പുണ്ട്. ഇത് തൃശ്ശൂർ ജില്ലയിലെ വളപ്പായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ചെറിയ ഷോപ്പാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അതങ്ങനെ പൊടിയൊക്കെ പിടിച്ച് മൊത്തത്തിലൊരു ഡേർട്ടി ലുക്കായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ ചെറിയൊരു അപ്ഗ്രേഡ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് മൊത്തത്തിൽ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ നമ്മൾ വേറെ ആളെയൊന്നും വെച്ചില്ല. കുറച്ച് വാൾപേപ്പറും പിന്നെ ഷീറ്റ്, കുറച്ച് ടാങ്ക്സ് അങ്ങനെയൊക്കെ കുറച്ച് ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കടയുടെ ഒരു ലുക്ക്. അതിൻ്റെ ബാനർ ഇങ്ങനെയാണ്. എപ്പിക്കട അങ്ങനെ ഒരു ബാനറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടയുടെ ഉൾഭാഗം പഴയ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണതിന് മുമ്പുള്ള അവസ്ഥയാണ്. ആകെ മാറ്റൊക്കെ കീറി മൊത്തം പൊടി പിടിച്ച് ടാങ്കുകളൊക്കെ വല്ലാതെ ഡസ്റ്റി ആയിട്ടും റസ്റ്റി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. മൊത്തത്തിലൊരു അപ്രോച്ചബിൾ അല്ലാത്തൊരവസ്ഥയിലായിരുന്നു കടയുണ്ടായിരുന്നത്. മൊത്തത്തിൽ ആളുകളും വളരെ കുറവ് കയറിണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ ഈ വോളൊക്കെ മൊത്തം ഹോൾസും മറ്റ് സാധനങ്ങളൊക്കെ വെച്ച് വൃത്തികേടായിരുന്നു. നമ്മളിവിടെ സ്റ്റാൻഡ് വെച്ചിട്ടുള്ള ഇവിടെ നിന്ന് നമ്മൾ വെച്ചിട്ടുള്ള ഇവിടെ തന്നെയാണ്. പക്ഷെ അത് അപ്രോപ്രിയേറ്റ് അല്ല. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു പഴയ കാലത്തെ ലുക്ക് പോലെ ഇന്ന് കടയിരിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇത് സത്യത്തിൽ റോഡ് സൈഡാണ്. നമ്മളുടെ വളപ്പായ സെൻറ്ററിൽ നിന്ന് നമ്മൾ അത്താണി പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ആണ്, ഒരു 100 മീറ്റർ. അപ്പം മൊത്തം ആദ്യം തന്നെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ വാൾസൊക്കെ കണ്ടോ, കുട്ടികളോ ആരൊക്കെ മുമ്പുണ്ടായിരുന്ന ആളുകൾ വരച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വാൾപേപ്പറാണ് നമ്മൾ ചെയ്യണത്. കാരണം വെച്ചാൽ അപ്പോൾ എനിക്ക് സ്വന്തം ചെയ്യാൻ പറ്റും. ആളെ വെച്ചൊക്കെ ചെയ്യാൻ വലിയ പൈസയൊക്കെ ആവും. അപ്പോൾ ബാക്ക് സൈഡൊക്കെ ആകെ പൊളിഞ്ഞ് കിടക്കുന്നതാണ്. ബാക്ക് സൈഡിൽ നമ്മൾ ഈ ഒരു വുഡൻ പാറ്റേൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. മൊത്തത്തിൽ ഒട്ടിച്ച് വന്നപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. അതിന് ആ ഒരു ട്യൂബും അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ടേബിളിൻ്റെ മുകളിൽ ചെറുതായിട്ടൊക്കെ വർക്കൊക്കെ നമ്മൾ ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഇപ്പം മൊത്തത്തിലൊരു പെട്ടെന്ന് നോക്കുമ്പോൾ ലുക്ക് മാറി. മറ്റേതാകെ പൊളിഞ്ഞ് കിടക്കുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ ബാക്ക് സൈഡ് നല്ല ഫിനിഷിംഗ് കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്തത്. അപ്പം പെട്ടെന്ന് കാണുമ്പോൾ ആളുകൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇനി നമ്മൾ വാളിൽ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള വാൾപേപ്പർ വൈറ്റ് തന്നെയാണ്. കടയാകുമ്പോൾ അത്രയും ലൈറ്റ് കൂടുതൽ വേണം. നമ്മളുടെ ഒരു അക്വേറിയം ഷോപ്പല്ലേ. അപ്പോൾ വൈറ്റ് വാൾപേപ്പർ ആണെങ്കിലും മാറ്റ് ഫിനിഷ് ആണ്, ഗ്ലോസി അല്ല. അപ്പോൾ അത് ഒട്ടിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഒരു പുതിയ സെറ്റ് ഓഫ് സ്റ്റാൻഡ്, അതിലൊരു 6 ടാങ്കും കൂടി വയ്ക്കാൻ പുതിയ ഫിഷിനെ ആഡ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഈ സ്റ്റാൻഡിൻ്റെ ലെഗൊക്കെ നമ്മൾ തന്നെ ബ്ലാക്ക് വാൾപേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് വന്നിട്ടുള്ളത്. നമ്മളെ കയ്യിലുള്ള വൈറ്റ് വാൾപേപ്പർ തന്നെ നമ്മൾ അടിയിലിട്ടിട്ടുള്ള പ്ലൈവുഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൽ ഫോം ഇട്ടതിന് ശേഷമാണ് ടാങ്ക് വയ്ക്കാൻ പറ്റുള്ളൂ. ഫോം ഇട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ അനക്കം വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. ഉണ്ടോ, ഇനി നമ്മുടെ റൈറ്റ് സൈഡിൽ കുറച്ച് ഏരിയ നമുക്ക് ആകെ വൃത്തികേടുണ്ടായിരുന്നു. അത് മൊത്തം നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ മൊത്തത്തിൽ പുറത്തുനിന്നുള്ള ലുക്ക് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, മുഴുവനല്ല. അത്യാവശ്യം ഒന്ന് കാണുമ്പോൾ പെട്ടെന്നൊരു മാറ്റമൊക്കെ വന്ന മാതിരി തോന്നും. മെയിനായിട്ട് നമ്മുടെ ഫ്ലോറാണ് വൃത്തികേടായി കിടക്കണേ. ഇനി ആ ഫ്ലോറിൻ്റെ പണി കുറച്ച് കൂടുതലുണ്ട്. കണ്ടോ, ഫ്ലോറൊക്കെ ആകെ ഷീറ്റൊക്കെ കീറി മൊത്തത്തിൽ വൃത്തികേടായി. ഈ ഒരു എയർ ബോർഡ് ഞാൻ ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മൾ പുതിയ ടാങ്കുകളൊക്കെ ആഡ് ചെയ്തു. ഒരെണ്ണത്തിൽ ഡോഫ് ഗൗരിയാണ്. പിന്നെ കുറച്ച് ഗപ്പീസ് വെച്ചിട്ടുള്ളത് മുകളിലെ ഫസ്റ്റ് ലൈനിൽ വെച്ചിട്ടുള്ളതൊക്കെ ഇമ്പോർട്ടഡ് ടാങ്ക്സ് ആണ്. അപ്പോൾ അതൊരു നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. നല്ല കേർവ്ഡ് ഗ്ലാസ് ആണ് കണ്ടോ, നല്ല FR ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. ഇനി നമുക്ക് മെയിനായിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബാക്കി കിടക്കുന്ന പ്ലൈവുഡിൻ്റെ ഒരു കഷ്ണം എടുത്ത് അതുപോലത്തെ ക്ലാമ്പ് നമുക്ക് വാങ്ങാം കേട്ടോ, 50 രൂപയുള്ളൂ. അത് ഫിറ്റ് ചെയ്ത് നല്ലൊരു സ്റ്റാൻഡാക്കി. അപ്പോൾ അതിനോട് യോജിക്കുന്ന ഒരു സ്റ്റാൻഡായി മാറിയത്. ഇനി നമ്മുടെ മെയിൻ പ്രോബ്ലം ഇതാണ്, ഫ്ലോറാണ്. അപ്പം ഫ്ലോർ വൃത്തിയാക്കിയിട്ട് നമ്മളൊരു വാൾപേപ്പർ, ഒരു ടൈലിൻ്റെ പാറ്റേണിലൊരു വാൾപേപ്പർ ഇവിടേക്ക് വാങ്ങിയിട്ടുള്ളത്. അതിനകത്ത് 2400 രൂപയോളം ആയിട്ടുണ്ട്. ആ ഒറ്റ SR ബോണ്ട് വെച്ചിട്ട് ഞാൻ തന്നെയാണ് ഒട്ടിച്ചത്.
കണ്ടോ? അപ്പം മൊത്തം ആ ലുക്ക് മാറി കിട്ടി. ആ ഒരു വൃത്തികേട് മാറി നല്ല ക്ലീൻ ചെയ്ത് നമുക്ക് തുടയ്ക്കാം. വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നടക്കണത് മോഡലും ചാടണം ഒന്നും ഒരു പ്രശ്നമില്ല. നല്ലൊരു ടൈലിട്ട ഒരു ലുക്കായി. ഇനി നമ്മുടെ ഉൾഭാഗമാണ്. ഉൾഭാഗത്ത് ഇതുപോലെ കീറി കിടക്കണ പഴയ മാറ്റാണ്. മാറ്റല്ല, ഒരു ഫോം പോലെയുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വലിച്ചു പൊളിച്ചെടുക്കുന്നതായിട്ട് നല്ലത് ഇതിൻ്റെ മുകളിൽ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഗ്രീൻ ഗ്രാസിൻ്റെ ഷീറ്റ് കിട്ടുമല്ലോ, നല്ല കട്ടിയുള്ളത്. മൊത്തം ക്ലീൻ ആക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണിയും കുറഞ്ഞു, നല്ല വൃത്തിയൊക്കെ കിടക്കും. വേണമെങ്കിൽ ഇടയ്ക്ക് എടുത്ത് കുടഞ്ഞ് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കി മൊത്തത്തിലാണ്ട് ലുക്ക് മാറി. നല്ല കട്ടിയുള്ളതാണ്, ഫസ്റ്റ് ക്വാളിറ്റിയാണ്. നമുക്കിവിടെ എന്താ പറയുക, വിയൂര് കഴിഞ്ഞിട്ട് നമ്മളുടെ പാടത്തിൻ്റെ അടുത്തൊരു ചേട്ടായി നിൽക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് നിന്ന് വാങ്ങിയത് ആൾ ഇവിടെ കടയിൽ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അത് ഇനിയുണ്ട് വർക്ക്. നമ്മളുടെ ഇതിന് എഡ്ജ് ഉണ്ട്, അതിൻ്റെ എഡ്ജ് നിങ്ങൾക്ക് കുറച്ച് അടിയിൽ കാണാം. അപ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ ഒരു വേറെ രീതിയിൽ എടുക്കാം. അപ്പോൾ അവിടെ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു, നല്ല വൃത്തിയായി. പിന്നെ ഫ്രണ്ടിൽ ഒരു ഫിനിഷിംഗ് ഉള്ള നിലയ്ക്ക് ഒരു ലെയർ കൊടുത്തപ്പോൾ മൊത്തത്തിൽ നല്ല വൃത്തി. ഇപ്പോൾ ഉൾഭാഗം കാണാൻ നല്ല ഭംഗിയായി. അതായത് അടിയിലുണ്ടായിരുന്ന വൃത്തികേടൊക്കെ മാറി കണ്ടോ. പുറത്തൊരു സ്ട്രിപ്പ് കൊടുത്തു. അപ്പോൾ ഒരു പുതിയൊരു ലുക്ക് വന്നിട്ടുണ്ട് കടയ്ക്ക് മൊത്തത്തിലല്ല. പിന്നെ ഈ എ ബോർഡ് ഞാൻ തന്നെ പ്രിന്റ് ചെയ്തെടുത്ത് എൻ്റെ ഒരു ഐഡിയയിൽ ഒട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ വേണ്ട, മൊത്തത്തിൽ നമ്മൾ മുമ്പ് കാണുമ്പോഴും ഇപ്പോൾ കാണുമ്പോഴുള്ള വ്യത്യാസം കണ്ടോ. ഇപ്പോൾ ഒന്നും കൂടി അപ്രോച്ചബിളായി. അതിനനുസരിച്ച് നമുക്ക് ബിസിനസ്സും കൂടുന്നുണ്ട് കേട്ടോ, വെറുതെ അല്ല. അപ്പോൾ വർക്ക് ചെയ്ത് നല്ല വൃത്തിയാക്കി ഇട്ട് കളർഫുള്ളാക്കിയാൽ മാത്രമേ ഈ അക്വേറിയം ഷോപ്പ് പോലുള്ള ഷോപ്പിലൊക്കെ ആളുകൾ അധികം കയറുള്ളൂ. ഇനിയുണ്ട് വർക്ക്. അപ്പോൾ അതിൻ്റെ ബാക്കി പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണതാണ്. ഇപ്പം ഇതുപോലെ ഇരിക്കും. പകൽ നോക്കിക്കഴിഞ്ഞാൽ അക്വേറിയം ഷോപ്പ് നമ്മുടെ പഴയ ബോർഡ് എടുത്ത് മാറ്റി ഫ്രണ്ടിൽ ഒരു എ ബോർഡ് വെച്ച് അതിൻ്റെ ഉള്ളിൽ രാത്രി ലൈറ്റ് ഇടും. പിന്നെ മുകളിലേക്ക് ഒരു സ്പോട്ട് ലൈറ്റ് വേണം. അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സെറ്റാക്കും. ഇപ്പോൾ ഉണ്ടാവും നമ്മളുടെ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ അടിയിൽ ഞാനൊരു മഹാഗണിയുടെ വാൾപേപ്പർ ഒട്ടിച്ചു. അപ്പോൾ അതിനൊരു നല്ല ഭംഗി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ വൃത്തിയായി എന്ന് പറയാം കട മൊത്തത്തിൽ. പിന്നെ ഈ സ്ഥലമൊക്കെ നമ്മൾ നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മണലുകളും കല്ലും അങ്ങനെ എല്ലാം ഇറക്കി പിന്നെ സെറ്റ് ചെയ്ത ടാങ്ക് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 3 നമ്മൾ ഇമ്പോർട്ടഡ് ടാങ്ക് വെച്ച് സെറ്റ് ചെയ്തു. അത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കേട്ടോ ഇതിൽ നമുക്ക് എന്താണ് റെഡ് ഫ്ലമിംഗോ, പിന്നെ A4 അങ്ങനെ ബാക്ക് സൈഡും. പിന്നെ നമ്മൾ ആ ടേബിളിൻ്റെ മുകളിൽ ആളുകൾക്ക് കൊണ്ടുപോകാൻ സൗകര്യത്തിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ചെറിയ ടാങ്കും വലിയ ടാങ്കും ഒക്കെ നമ്മൾ മെയിനായിട്ട് ചെയ്യണത് ഇമ്പോർട്ടഡ് ടാങ്ക്സ് ആണ്. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. പിന്നെ കുറേ പ്രോഡക്റ്റ്സ് ഇറക്കി. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാൻഡ് ഫുള്ളായി. ഇനി അതിലൊരെണ്ണം കൂടി ഉണ്ടാക്കണം അതിൻ്റെ അടിയിൽ. പിന്നെ കുറച്ച് ഫിഷൊക്കെ ആഡ് ചെയ്ത്, പുതുതായിട്ട് കുറച്ച് ഫിഷൊക്കെ ആഡ് ചെയ്ത് മൊത്തത്തിൽ ഒരു ആളുകൾ കയറി വന്ന് എല്ലാം ഉണ്ട് എന്നുള്ള ഷോപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ബിസിനസ്സിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മൾ ചിലവാക്കാനും കുറച്ച് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈ റിനോവേഷൻസ് ഒക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ കട വരുന്നത് വളപ്പായ അഗപ്പിക്കട. വളപ്പായ സെൻറ്ററിൽ നിന്ന് അത്താണിക്ക് പോകുമ്പോൾ 100 മീറ്റർ വരുമ്പോൾ ഒരു റൈറ്റ് സൈഡിലാണ് നമ്മളുടെ ഷോപ്പുള്ളത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.